പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളെ ഉണർത്തുന്ന അങ്ങയുടെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസം അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, ചെയ്യുന്ന ഓരോ കാര്യവും അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ വലിയ കൃപ നൽകണമേ. വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 20-ാം അധ്യായം 4-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ദരിദ്ര വിധവ, അത് ഭൂമിയിലെ വിശേഷണം. എന്നാൽ സ്വർഗത്തിൽ അവൾ അതിസമ്പന്നയാണ്. ഇല്ലായ്മയിൽ നിന്നും എടുത്തു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ആത്മസംതൃപ്തിയുണ്ട്. വിധവ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം കർത്താവിന് നൽകാൻ തയ്യാറാകുന്നത്. കർത്താവെ, ആത്മാർത്ഥതയോടെ ദാനം ചെയ്യാൻ, പങ്കുവെപ്പിൻ്റെ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.